പേരൊന്നൊന്ന് പറയാവോ? ഓക്കെ, എന്താണ് വർക്ക് ചെയ്യുന്നത്? റിയൽ എസ്റ്റേറ്റ് കമ്പനി പേരൊന്ന് പറയാൻ പറ്റുമോ? ലിവിംഗ് എക്സ്പെർട്ട് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ബിങ്കാട്ടിൽ എന്താ പരിപാടി ഇപ്പൊ? പുതിയ ലോഞ്ച് ആയിട്ടുണ്ട്. എക്കോറൈസ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ആണ് പുതിയ ലോഞ്ച് ആയത്. ആ, ഇത് കൊള്ളാലോ. ലൊക്കേഷൻ ബിസിനസ് മേലാണ് വരുന്നത്. ആ, അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ഐക്കോണിക് ടവറാ വരുന്നത്. പ്രൈവറ്റ് ബീച്ച് അടക്കം പല അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. ആ, കൊള്ളാലോ. കുറെ പ്രൈവറ്റ് ബീച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് പേയ്മെന്റ് പ്ലാൻ ഒക്കെ എങ്ങനെയൊക്കെ വരുന്നത് ഇതിനകത്ത്? പേയ്മെന്റ് പ്ലാൻ വരുന്നത് ആ, 2 കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കോടിയോ? ഇന്ത്യൻ മണി 2 കോടി. സോറി, ഞാൻ ദിറംസ് അല്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. നാട്ടിൽ 2 കോടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നല്ല അടിപൊളി പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആഹാ, അപ്പൊ ഇതിനകത്ത് എത്ര നാളെടുക്കുമായിരിക്കും ഇതിനകത്ത് തിരിച്ച് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട്? 2 വർഷം കൊണ്ട് കംപ്ലീഷൻ ആവും. 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവും. അതെങ്ങനെ ഇത്രയും വലിയ പ്രൊജക്ട് ഇങ്ങനെ 2 വർഷം തുടങ്ങി പകുതി എത്തിയായിരുന്നോ? അപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂയാണ് 2 കോടി നാട്ടിലല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ വേറെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ നെയ്മർ അടക്കം ബിങ്കാട്ടിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഞാൻ ഇങ്ങനെ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, നെയ്മറൊക്കെ വന്ന് മേടിച്ചത്. നെയ്മർ എടുത്തതിന്റെ തൊട്ടടുത്തുണ്ടോ? ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് എവിടെയാണോ നോക്കിയാണോ? കൊറേ അടുത്തുണ്ട്. നെയ്മറിനെ കാണാനില്ലേ? അത് ചോദിച്ചു നോക്ക്, അങ്ങോട്ട് ചോദിച്ചോ, ഇവരത്തെ ചോദിച്ചു നോക്ക്. നെയ്മറിന്റെ മോക്കപ്പ് എവിടെയാണ്? ചോയ്ക്ക്. ഹലോ ഹലോ നെയ്മറിന്റെ ഇത് എവിടെയാണെന്നറിയോ? മോക്കപ്പ്. ആ, ബുഗാട്ടി എവിടെ? ഇല്ലേ? നമ്മളത് കാണിക്കാത്തല്ല, നമ്മൾ ആ സാധനം മാറ്റിക്കൊണ്ട് പോയതാണല്ലേ. അതാണ് സോൾഡ് ഔട്ട് ആയിട്ട് മാത്രം, അല്ലാണ്ടല്ല. അതെ ഇരിക്കുന്നു. ഈ സാധനം അല്ലേ? കൊള്ളാം. ഇതാണ് മൊത്തം ഡൗൺ ടൗണിലെ പ്ലാൻ വരുന്നത്. ഇതെല്ലാം ഇവിടെ അതല്ലേ നമ്മളിപ്പോ അവിടെ കണ്ട സാധനം അക്വറൈസ് അല്ലേ? ജേക്കബ് ആൻഡ് കോ. ഓ, അടിപൊളി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഡൗട്ടാണ്. ദുബായിലും നാട്ടിൽ നിന്ന ആൾക്കാർക്ക് എങ്ങനെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാം? ലൈക്ക് ഇപ്പൊ ഒരു പ്രോജക്റ്റ് എനിക്ക് മേടിക്കണം, അതിൽ എന്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ എനിക്ക് വാങ്ങിക്കാനുള്ളൊരു ലൈക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്താ വേണ്ടേ? പാസ്പോർട്ട് കോപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റും? അത്രയും മതിയോ? ഓ, അപ്പൊ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ ദുബായില്? ടാക്സ് 4% DLT വരുന്നത്. 4% DLT ഉള്ളൂ. പിന്നെ ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ഒന്നും കൊടുക്കേണ്ടി വരും. അപ്പൊ റെന്റ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന മൊത്തം നമുക്ക് എടുക്കാം. അതിലും നമ്മൾ ഗവൺമെന്റ് നടക്കുന്നത് ഫുള്ള് ടാക്സ് ഫ്രീ. ഓഹ്, അടിപൊളി. അപ്പൊ ദുബായ് എന്ന് പറഞ്ഞ ഒരു ടാക്സ് ഫ്രീ കൺട്രി ആണല്ലേ? അപ്പൊ 2 മില്യന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡൻ വിസയോ? എത്ര വർഷം കിട്ടും? 10 വർഷത്തേക്ക് ഗോൾഡൻ വിസ. 10 വർഷത്തേക്ക് ഗോൾഡൻ വിസയോ? എന്റെ വേറെ ഇനി എന്ത് വേണം? 10 വർഷം ദുബായിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റൂലേ ഇനി ഇത് കൂടുതൽ? അപ്പൊ ശരിയാണ്. അപ്പൊ ഇക്കനെ വിളിക്കണമെങ്കിൽ ഏത് നമ്പറിലാണ് ഞാൻ വിളിക്കേണ്ടത്? ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഡീറ്റെയിൽ അറിയാനോ കൂടുതൽ ഇൻഫോർമേഷൻ അറിയാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ഇൻഫോർമേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഷിയാബുക്കനെ വിളിക്കുക. ലിവിംഗ് എക്സ്പെർട്ട് പ്രോപ്പർട്ടീസിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഒന്നും കൂടെ നമ്പർ കൊടുക്കുകയാണ്. എല്ലാവരും വിളിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. അല്ല ഷിയാബുക്ക? അതെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? അപ്പൊ ഓക്കെ. അപ്പൊ ശരി എന്നാ.